നോക്കി, ഈ അയിലയും മത്തിയും നമ്മൾ നന്നാക്കുമ്പോ സ്ത്രീകൾക്ക്, കേൾക്കുന്ന സ്ത്രീകളൊക്കെ അത് ശ്രദ്ധിക്കണം. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാ, ഇങ്ങനൊരു അയിലക്കും മത്തിക്കുണ്ട്. അതെന്താ? അതിന്റെ വയറ്, അതിന്റെ അകത്തുള്ള കാഷ്ടങ്ങളും കച്ചറയും ഒഴിവാക്കാൻ വേണ്ടി ഈ രണ്ടു മത്സ്യങ്ങളുടെ വയറ് കീറിയാൽ ആ രണ്ടു വയറിന്റെയും സൈഡിൽ കറുത്തുങ്ങോണ്ടൊരു നിറം കാണാം. സാധാരണ നമ്മൾ ഈ കരിയോയിലൊക്കെ അടിച്ച മാതിരി അല്ലെങ്കിൽ ജപ്പാമ്പിലേക്ക് തേച്ച മാതിരി ഒരു കറുത്ത നിറം കാണാം. അത് നജസാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ നജസല്ലാന്ന് പറഞ്ഞോലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അയിലയും മത്തിയും ഉണ്ടാക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും, ആ കറുപ്പ് പൂർണ്ണമായും കളയണം. ഞാൻ അത് നജസാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങളുടെ കാവുംപുറം, വളാഞ്ചേരി അടുത്ത് കാവുംപുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുഞ്ഞിക്കാദർ മുസ്ലിയാരുണ്ട്, വലിയ ഫക്കീഹ്. അദ്ദേഹം വഫാത്തായി പോയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് മസ്അല പഠിപ്പിച്ച ഒരു പണ്ഡിതനാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് റമളാനില് 30 ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങി ളുഹ്ർ വരെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒളുഇന്റെയും നിസ്കാരത്തിന്റെയും കുലിയുടെയും നജസിന്റെയും ഹൈലിന്റെയും നിഫാസിന്റെയും ഇസ്തിഹാലത്തിന്റെ ഒക്കെ മസ്അല മാത്രം വിശദീകരിച്ചിട്ട് ആ ക്ലാസ് കേട്ട് ചിലപ്പം സാധുവായ എന്റെ ഉമ്മാന്റെ നാടുകൂടി ആയതുകൊണ്ട് ഉമ്മ ചെറുപ്പത്തിലൊക്കെ ആ ക്ലാസ്സിന് സ്ഥിരം പോകാറുണ്ട്. അങ്ങനെ ഉമ്മ കുഞ്ഞിക്കാദർ മുസ്ലിയാരുടെ വയലിൽ നിന്ന് കേട്ട പല മസ്അലയും ഉമ്മ മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ കിതാബൊക്കെ ഇങ്ങനെ ഓതി പഠിക്കാൻ തുടങ്ങി. കിതാബുകളൊക്കെ നോക്കുമ്പോൾ ആ മസ്അലകളൊക്കെ പിന്നെ അങ്ങനെ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ എന്റെ ഉമ്മ ഒന്ന് പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു ക്ലാസ്സിൽ അന്ന് കുഞ്ഞിക്കാദർ മുസ്ലിയാർ പറഞ്ഞു തന്നൊരു മസ്അലയാണ്, അയിലയും മത്തിയും ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഈ വയറിന്റെ സൈഡിലുള്ള കറുപ്പ് കളയണം. അത് നജസാണ്. അത് കളയാതെ ചാറ് വെക്കുമ്പോ ചാറിൽ നജസ് കലരും എന്ന്. ഏതായാലും ഞാൻ പറയുന്നത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി